അതിന് ക്ലെയിം എന്ന് പറഞ്ഞപ്പോൾ ചില ആൾക്കാർ മനസ്സിലായില്ലല്ലോ അല്ലേ? യോഗ്യതയാണ് ഉദ്ദേശിക്കണം, അച്ഛൻ ഉദ്ദേശിക്കണം. അവകാശം യോഗ്യത. നമ്മുടെ ഈ അവകാശം യോഗ്യതയും വെച്ചാണ് ഈ ചിറക്, അത് സറണ്ടർ ചെയ്തുകൊണ്ടാണ് ചിറക് നമ്മൾ വാങ്ങിക്കുന്നത്, ശക്തിയുടെയും വേഗതയുടെയും ചിറകുകൾ. അപ്പോൾ അവൻ വന്ന് പറയണത് എന്താ? നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനാണ്. 2 കാര്യം പറയും. എന്തൊക്കെ പറയും? 1, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാണ് ക്ലെയിം, യോഗ്യത. ഈ ശതാധിപന് കൊടുക്കാനുള്ള യോഗ്യത എന്താണ്? ലുക്ക 7:5, 7:6, 7:7 ഒക്കെ വായിച്ചാൽ മനസ്സിലാവും. എന്താണ്? അവൻ നമ്മുടെ ജനത്തെ, യഹൂദന്മാരെ, ആ റോമക്കാരൻ സ്നേഹിക്കുന്നു. അതാണ് ഒരു യോഗ്യത. ഇപ്പം നിങ്ങൾ പറയത്തില്ല ഞാൻ ദൈവത്തിൽ കുഞ്ഞുനാളോട് വിശ്വസിക്കുന്നതാണ് എന്ന് പറയല്ലേ? കുഞ്ഞുനാൾ മുതൽ ഞാൻ പള്ളിയിൽ പോണതാണ് ഇല്ലേ? ഞാൻ കുർബാന മുടക്കിയിട്ടില്ല, കുമ്പസാരം മുടക്കിയിട്ടില്ല, കർത്താവിൻ്റെ ദിവസം ഞാൻ വിശുദ്ധിയുടെ ഇതെല്ലാം ക്ലെയിമാണ്. അതാണ് അവൻ പറയുന്നത്. അവൻ തന്നെ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. ക്ലെയിമാണ്, യോഗ്യത. 2ാമത്തെ ക്ലെയിം എന്താണ്? അവൻ നമുക്കൊരു സിനഗോഗ് പണി ചെയ്ത് തന്നിട്ടുണ്ട്, പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന്. ഈ 2 യോഗ്യതയും പറയും. ഈ 2 യോഗ്യതയും പറയുമ്പോൾ ഉടനെ ഈശോ അവൻ്റെ കൂടെ പോകും. ദൈവം സഞ്ചരിക്കണം. അങ്ങനെയാണ് സഞ്ചാരി മതാവെന്ന് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം, ദൈവസാന്നിധ്യം സഞ്ചരിക്കും. യോഗ്യതയുള്ളവൻ്റെ കൂടെ ദൈവസാന്നിധ്യം സഞ്ചരിക്കും. ഈശോ പക്ഷേ ശതാധിപൻ ക്ലെയിം സറണ്ടർ ചെയ്യും. അവിടെയാണ് പ്രശ്നം. ശതാധിപൻ ഈശോനെ കണ്ടപ്പോൾ പറയും, എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്ലെയിമും ഇല്ല. അത് അവരെന്നെക്കുറിച്ച് പറയണതാണ്. എനിക്കങ്ങനെയുള്ള അവകാശവാദവും യോഗ്യതയുമൊന്നും ഇല്ല. അങ്ങയുടെ മുമ്പിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും അങ്ങയുടെ മുമ്പിൽ നേരിട്ട് വരാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ കരുതി. ആ മനുഷ്യൻ്റെ കരുതലാണ് കർത്താവ്. അല്ല ഇവർ പറയുന്ന ഈ ക്ലെയിമല്ല. പള്ളി പണിത് തന്നുകൊണ്ടും പള്ളി പണിത് കൊടുത്തുകൊണ്ടും ജനത്തെ സ്നേഹിക്കുന്ന ഗ്രൗണ്ടിലല്ല കർത്താവ് ഉടനെ പോയിരിക്കണത്. കർത്താവ് പോകാൻ കാരണം ഇതാണ്, അവൻ സറണ്ടർ ചെയ്യണവനാണ്. അവൻ്റെ അവകാശമെല്ലാം അവൻ പറഞ്ഞ് എനിക്ക് 7:7 ലുക്ക, എനിക്കൊരു യോഗ്യതയുമില്ല, അങ്ങയുടെ മുമ്പിൽ നേരിട്ട് വരാൻ പോലും യോഗ്യതയുണ്ടെന്ന് ഞാൻ കരുതിയില്ല എന്ന്. എല്ലാ യോഗ്യതകളും, എന്ത് യോഗ്യതകളുണ്ടെങ്കിലും ആ യോഗ്യതയൊന്നും അവകാശമായിട്ട് കണക്കാക്കാതെ അവൻ്റെ ആത്മീയ അവകാശങ്ങളെല്ലാം അവൻ സറണ്ടർ ചെയ്യാൻ. പിന്നെ അവനെക്കുറിച്ച് ഈശോ പറയണത് എന്തെല്ലാമാണ്. ഇന്ന് കുർബാനയെപ്പോലും അവനെക്കുറിച്ച് പറയുന്ന, കർത്താവേ അങ്ങൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. ദൈവവചനമാണ് എൻ്റെ യോഗ്യത. ദൈവവചനത്തിൻ്റെ കൽപ്പന നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമാണ് എൻ്റെ യോഗ്യത എന്നാണ് ശതാധിപൻ പറഞ്ഞത്. കൈയടിച്ച് കർത്താവാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ കർത്താവേ, വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവശരണത്തോടുകൂടി പ്രാർത്ഥിക്കാൻ, ദൈവസ്നേഹത്തോട് പ്രാർത്ഥിക്കാൻ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഉയർത്തിയടിച്ചുകൊണ്ട് ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാൽ പിന്മാറുകില്ലിനി ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ലഭിച്ചതോ നമ്മൾ നേടിയെടുത്തതോ ആയ അവകാശങ്ങൾ, യോഗ്യതകളോ അൺകണ്ടീഷണലായിട്ട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ അടിയറവ് വെക്കുമ്പോഴാണ് ചിറകുകൾ നൽകപ്പെടുന്നത്. മനസ്സിലായ? എൻ്റെ രഹസ്യമാണിത്, എൻ്റെ ദൈവിക രഹസ്യം. ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം രഹസ്യമാണല്ലോ.
എല്ലാം വെളിപ്പെടുത്തേണ്ടതാണ്. അതാണ് ആ ചേച്ചിയിലൂടെ വെളിപ്പെട്ടത്. എന്താണ്? നമ്മളുടെ അവകാശങ്ങൾ, നമ്മുടെ യോഗ്യതകൾ നമ്മൾ അൺകണ്ടീഷണലായിട്ട് യാതൊരു വ്യവസ്ഥയുമില്ലാതെ എപ്പോഴ് അടിയറ വെക്കുന്നുവോ അപ്പോഴ് നമ്മൾക്ക് ആത്മീയ ശക്തി ലഭിക്കും. അതാണ് ചിറകുകൾ നൽകപ്പെടുന്നതും നമ്മൾ ഓടി രക്ഷപ്പെടും. സർപ്പത്തിൻ്റെ പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന്, പല മാനസിക തകർച്ചകളിൽ നിന്ന്, വീടുകളിലുണ്ടാകുന്ന ഓരോ തരത്തിലുള്ള ക്ലേശ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കപ്പെടുന്നത് ആ സംരക്ഷണത്തിൻ്റെ ചിറകുകളാണ് സമയച്ചുരുക്കത്തോടെ ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വചനം വിശ്വസിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് സമയം ചുരുങ്ങി വരണതാണ് ചിറകിൻ്റെ ബലമെന്ന് പറയണത്. നിങ്ങൾക്കറിയാമോ അതെല്ലാം വരണത് എങ്ങനെയാണ്? സമർപ്പണത്തിലൂടെയാണ്. കർത്താവ് അവസാനം പറഞ്ഞ വാക്കെന്താണ്? ശരീരം അവൻ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അല്ലേ? അതാണ് ക്ലെയിം, സമർപ്പണം എന്ന് പറയണത്. ശരീരം അവൻ സമർപ്പിച്ചു, അതിൻ്റെ എല്ലാവിധ ദൈന്യതയോടും കൂടി അവൻ്റെ അഭിമാനം എല്ലാം സമർപ്പിച്ചു. അവൻ്റെ സുഖം, അവൻ്റെ അത് ശരീരവേദനയായി അവൻ ഏറ്റുമേടിച്ചു. എല്ലാവിധ ഹ്യൂമിലിയേഷനോടുകൂടി അവൻ ശരീരം കുരിശിൽ ബലിയായി സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴും വീണ്ടും സമർപ്പിക്കാത്ത ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണത്? ആത്മാവ്. അവരവസാനം പറയും, അപ്പാ ഇനി ബാക്കിയുള്ളത് എൻ്റെ ആത്മാവാണ്. ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സമ്പൂർണ്ണ സമർപ്പിക്കാൻ ഞങ്ങളുടെ നിയോഗങ്ങളും ആവശ്യങ്ങളുമെല്ലാം ദൈവ തിരുസന്നിധിയിൽ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, വിശ്വാസം കൊണ്ട്, ദൈവസ്നേഹത്തോടെ സമർപ്പിക്കാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും അവൻ തല ചായ്ച്ച് അവൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. തല നേരെ നിൽക്കുന്നതിന് ഒരർത്ഥമുണ്ട്, അല്ലേ? തല നേരെ നിൽക്കുന്നതിന് അഭിമാനത്തിൻ്റെ ഒരർത്ഥമുണ്ട്, അഹങ്കാരത്തിന് അർത്ഥമുണ്ട്, ആത്മവിശ്വാസത്തിന് അർത്ഥമുണ്ട്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ആന്തരികമായിട്ടുള്ള ഔന്നത്യത്തിൻ്റെ അർത്ഥമാണ് തല നേരെ നിൽക്കുക. ഇവിടെ എന്താ ചോദിച്ചാൽ അപ്പായുടെ മുമ്പിൽ അവൻ തല ചായ്ച്ചു, തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. സറണ്ടർ ചെയ്യണം, ക്ലെയിം സറണ്ടർ ചെയ്യേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, സ്പർശിക്കണമേ. യേശുവേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഹ്യൂമിലിയേഷൻ പോയിൻ്റ് വന്നാൽ, ഏതെങ്കിലും തരത്തിലൊരു അപമാന ഭാരം വന്നാൽ നിങ്ങൾ 10-30 ഓർക്കണം. ലാസ്റ്റ് സറണ്ടറിന് വേണ്ടിയുള്ള കോളാണ്. കോൾ ഫോർ ലാസ്റ്റ് സറണ്ടർ. കർത്താവിനെ ശക്തിപ്പെടുത്താൻ കാലമായി. അപ്പായാണ് ആദ്യം സറണ്ടർ ചെയ്തത്. നമ്മൾ അങ്ങോട്ടും ദൈവവും നമ്മളും തമ്മിൽ ബന്ധമുണ്ടല്ലോ മക്കളെ.
ഭയങ്കര മധുരതരമാ. അപ്പായാണ് സ്നേഹത്തെ പ്രതി ആദ്യം സറണ്ടർ ചെയ്തത്, പിന്നെ നമ്മൾ അങ്ങോട്ട് സറണ്ടർ ചെയ്തത്. അതാണ് അവസാനം വരുമ്പോൾ എന്താ പറ്റണമെന്നറിയാമോ? നമ്മൾ ഈ ക്ലെയിം സറണ്ടറിങ്ങിലൂടെ യോഗ്യത അല്ലെങ്കിൽ അവകാശം അടിയറവ് വെക്കുന്നതിലൂടെയാണ് കർത്താവിൻ്റെ ദാസിയാകണതും കർത്താവിൻ്റെ ദാസനാകണതും ഹൃദയത്തെ സംഗ്രഹിക്കണതും തർക്കവും ബഹളവും കുറക്കണതും. പറഞ്ഞ മനസ്സിലായില്ലേ? തർക്കവും ബഹളവും കുറക്കുമ്പോഴാണ് സറണ്ടറിങ് അതാണ് ശക്തിഗണത്തിന് ചിറക് നൽകപ്പെടുന്നതിൻ്റെയും വേഗത കൂട്ടുന്നതിൻ്റെ സമയം മുഹൂർത്തം. പക്ഷേ എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണത്, അവസാനമായിട്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ എന്തു ചെയ്യും? നമ്മുടെ ആസ്തി, നമ്മുടെ ജംഗമ ആസ്തികളിൽ നിന്ന് സ്ഥാവര ആസ്തികളിലേക്ക് മാറും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? 2 തരം സ്വത്താണ് നമുക്കുള്ളത്. ഒന്ന് ജംഗമം, എന്നുവെച്ചാൽ നമുക്ക് മണി ഈസ് വാട്ട് മണി ഡസ്. ചക്രമെന്ന് വിളിക്കണത് എന്താ? മണിയെ പണ്ടെന്താ വിളിക്കണത്? ആ പണത്തെ ചക്രമെന്ന്. കൈമാറി പോകുന്നതുകൊണ്ടും കറങ്ങിപ്പോണതുകൊണ്ടും പണ്ട് ചക്രമായിരുന്നു തിരുവിതാംകൂറിൻ്റെ കാലത്ത്. ചക്രം. മണി ഈസ് വാട്ട് മണി. ഇപ്പോൾ വില്യം സ്മിത്തൊക്കെ പറയുന്നത് എന്താ? മണി ഈസ് വാട്ട് മണി ഡസ്. പണമെന്ന് പറഞ്ഞാൽ പണം എന്ത് ചെയ്യുന്നുവെന്ന്. ആ പണം തന്നെ സ്ഥാവരമുണ്ട്, ജംഗമമുണ്ട്. ജംഗമം എന്ന് പറഞ്ഞാൽ എന്താ? പൊന്നെ നമുക്ക് കൈമാറ്റം ചെയ്യാവുന്നതും സഞ്ചരിക്കുന്നതെല്ലാം ജംഗമമാണ്. സ്ഥാവരം എന്ന് പറയുന്നത് എന്താ? സഞ്ചരിക്കാത്തതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വീട് സഞ്ചരിക്കത്തില്ലല്ലോ, അല്ലേ? നമ്മുടെ പറമ്പ് സഞ്ചരിക്കുമോ? സ്ഥാവരമാണ്. അതായത് ക്ലെയിം സറണ്ടറിങ് വരുമ്പോൾ വരുന്ന സ്ഥാവരമായിട്ടുള്ള സഞ്ചരിക്കാത്ത ഈടുള്ള ആസ്തി ഉണ്ടാവും. ഈടുള്ള ആസ്തി എന്ന് പറയണത് നിൻ്റെ അനുദിന ജീവിതത്തിന് മാത്രമല്ല, നിത്യജീവിതത്തിനാണുള്ളത്. എൻ്റെ മക്കളെ, ഈ രഹസ്യം നിങ്ങൾ അറിയണം. നിത്യജീവിതത്തിന് വേണ്ടിയുള്ള ആസ്തി ദൈവം സ്വരുക്കൂട്ടുന്നത് സറണ്ടറിങ്ങിലൂടെയാണ്, അവകാശം അടിയറവ് വെക്കുന്നതിലൂടെയാണ്. ദാറ്റ് മീൻസ് വളരെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളിലൂടെയാണ് ദൈവം നിലവാരമുള്ള വിശ്വാസത്തിൻ്റെ സ്ഥായിയും സ്ഥിരവുമായിട്ടുള്ള സ്ഥാവരമായിട്ടുള്ള സ്വത്ത് ആർജിക്കണത്. ഈ സ്ഥാവരമായ സ്വത്താണ് നമ്മുടെ നിത്യജീവൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഈ സ്ഥാവര സ്വത്ത് പരാതികളില്ല. ഇപ്പം നീക്ക് കുഞ്ഞുനാൾ പോളിയോ വന്ന്, അല്ലെങ്കിൽ നിൻ്റെ ഒരു കൊച്ച് ഓട്ടിസം ഉള്ള കൊച്ചാണ്. ഇതൊക്കെ സ്ഥാവരമായ സ്വത്തായിട്ട് മാറുകയാണ്. എന്താ കാര്യം? നീ ഒരു കുരിശാണ് ചുമക്കണത്. നിൻ്റെ കുട്ടി ഓട്ടിസമുള്ള കുട്ടിയാണ്. അല്ല, നിനക്ക് പോളിയോ വന്ന ഒരു മകളെ ചികിത്സിക്കേണ്ടതുണ്ട്. ഇപ്പം നിൻ്റെ ഭർത്താവ് തളർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സഹന സാഹചര്യങ്ങളിൽ നമ്മളുടെ സുഖം, നമ്മുടെ സൗകര്യം. ചിലവർ അമ്മച്ചീനോട് പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ മനസ്സമ്മതത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. എന്താ കാര്യം? എൻ്റെ അമ്മായിയമ്മ തളർന്ന് കിടക്കുകയാണ്. അവരിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തീട്ടോ മുള്ളും എല്ലാം അവിടെ നിറഞ്ഞ് അകപ്പെടുന്ന ആശകൊടിയായിട്ട് അവർക്ക് മരുന്ന് വിലയായിരിക്കും. അപ്പോൾ ഞാൻ അനിയത്തിൽ വിളിച്ച് പറഞ്ഞ്, അമ്മ ഇങ്ങനെ കിടക്കുകയാണ്, ഞാനെങ്ങനെ വരും? നീ എന്നെ സഹിക്കുക എന്ന് പറയും. അവരുടെ മനസ്സമ്മതമാണ് അനിയത്തില്ല, പക്ഷെ പോകാൻ പറ്റത്തില്ല. അമ്മായിയമ്മ തളർന്നു പോയി. അപ്പോൾ അമ്മായിയമ്മയെ നമ്മൾ സംരക്ഷിക്കുന്നതിലൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ സന്തോഷങ്ങളാണ്, അവകാശങ്ങളാണ്, നമ്മൾ ക്ലെയിമാണ് അടിയറവ് വെക്കണത്. അവിടെ അടിയറവ് വെക്കുമ്പോൾ നോക്കൊണ്ടാണ് സ്വത്ത് എന്താ, എങ്ങനെയാണ് നമ്മൾ സത്യം 2 വിങ് കൊടുക്കുന്നത്. ഒന്ന് ദൈവകൽപ്പന പാലിക്കുന്നതിലൂടെ, രണ്ടാമത് 12-17 ഇവിടെ വർക്കൗട്ട് ചെയ്യണത്. അമ്മായിയമ്മയുടെ തളർന്ന് പ്രഷറടിച്ച് കിടക്കുന്ന അമ്മായിയമ്മയെ ശുശ്രൂഷിക്കുന്ന മരുമകൾ 2 ചിറകുകൾ ഉണ്ടാക്കുകയാണ്, ആർജിക്കുകയാണ്. എന്താണ്? ഒന്ന് ദൈവകൽപ്പന പാലിക്കുന്നതിലൂടെ, 2 കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ. കാര്യം എന്താണ്? അമ്മായിയമ്മ ഇപ്പോൾ ആരാണ്? ഈശോയാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോഴെന്താണ്? ദൈവകൽപ്പന പാലിക്കുകയും ചെയ്യുന്നു, ദൈവത്തിന് സാക്ഷി വഹിക്കുകയും ചെയ്യുമ്പോൾ ഇവൾക്ക് എന്താ ലഭിക്കണത്? ചിറകുകൾ മാത്രമല്ല, സ്ഥാവരമായിട്ടുള്ള സ്വത്ത് ലഭിക്കുകയാണ്. ഇതാണ് ക്ലെയിം, നമ്മുടെ ക്ലെയിമായി മാറുന്നത്. ഇത് നിത്യതയ്ക്കാണ് ആസ്തിയായി മാറുന്നത്. നിത്യതയുടെ ആസ്തിയായിട്ടുള്ള അത് എങ്ങനെ? നമ്മൾ സമർപ്പണത്തിലൂടെയാണ്, നമ്മുടെ അവകാശ സമർപ്പണത്തിലൂടെയാണ് സ്ഥാവരമായിട്ടുള്ള ആധ്യാത്മിക ആസ്തി ഉണ്ടാക്കുന്നത്. ആത്മീയ ആസ്തി വികസനം ആണ് നമ്മളെ സ്വത്തുകാരനാക്കുന്നത്. ഈ ഗോട്ട് ദ പോയിന്റ്. 12:21.
ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കുന്നവന് സ്ഥിതിയെന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് ദൈവ തിരുസന്നിധിയിലുള്ള സമ്പത്ത്? ലൂക്ക 12:21 ദൈവ തിരുസന്നിധി സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തിന് സമ്പത്തായി തോന്നുന്നതാണ്, അല്ല നമുക്ക് സമ്പത്തായി തോന്നുന്നതല്ല. അത് നമ്മുടെ മുമ്പിലുള്ള സമ്പത്താണ്. ദൈവത്തിൻ്റെ തിരുസന്നിധി സമ്പത്തുണ്ട്. 12:21 അനുസരിച്ച് കൊണ്ട് ലൂക്കാ സുവിശേഷം. അതെന്താണ്? അത് അവൻ്റെ പുത്രനോട് നമ്മൾ സാരൂപ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ദൈവത്തിൻ്റെ പ്രസാദമാണ് നമ്മുടെ സമ്പത്ത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ കൃപ ചൊരിയപ്പെടട്ടെ, അഭിഷേകം ചൊരിയട്ടെ. കർത്താവേ, ദൈവ തിരുസന്നിധിയിൽ സമ്പത്താർജിക്കാൻ പരിശുദ്ധാത്മാവ് നൽകണമേ. ഉടമ്പടിയിൽ അഭിഷേകം ചൊരിയണമേ. ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കുക. ഇപ്പം എന്നെ സംഭവിച്ചിരിക്കണത്, ഈ സ്ഥാവര സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറും? മധ്യസ്ഥനായി മാറും, മധ്യസ്ഥയായി മാറും. എന്താ കാര്യം? അവൻ മുന്തിരിച്ചെടിയും നമ്മൾ ശാഖകളുമാണ്. അവൻ നമ്മളെ വെട്ടി ഒരുക്കിയിരിക്കുക. അവൻ സമർപ്പിച്ചതുപോലെ നമ്മളുടെ അവകാശങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അവനോട് തായത്തേടിയോട് നമ്മൾ ഐക്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ എന്ന് പറയും, നമ്മുടെ സമ്പത്ത് ദൈവതിരുസന്നിധി മൂല്യമെന്ന് കരുതണം. നമ്മൾ ദൈവതിരുസന്നിധി നമ്മുടെ സ്ഥാവരമായ നമ്മുടെ സമർപ്പണത്തിലൂടെ നേടിയെടുക്കുന്ന സ്ഥാവര സമ്പത്ത് കൊണ്ട് ആധ്യാത്മികമായ സമ്പത്ത് നമ്മൾ കൈവരിക്കുകയാണ്. ആത്മീയമായ ആസ്തി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയാണ് ആസ്തി വികസനം ഉണ്ടാക്കുന്നത്. ആത്മീയ ആസ്തി വികസനത്തിലൂടെ എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് സമ്പന്നനാകുന്നതിലൂടെ നമ്മുടെ മധ്യശക്തി വർദ്ധിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് തിരുസന്നിധിയിൽ നമ്മൾ തേറിയാൽ അതിന് മറുപടി കിട്ടും. അങ്ങനെ മറുപടി കിട്ടണം. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറും. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ, ദൈവത്തിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനം നിങ്ങളെ ഗ്രഹിക്കുന്ന ആന്തരിക അഭിഷേകം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ആസ്തി വികസനം ഉണ്ടാവുകയും നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗികൾക്ക് വേണ്ടിയാണ്. ഉദരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃപാസനത്തിൽ ദൈവം 2019 നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് കൈവെപ്പ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഉദര രോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. ഇന്ന് നമ്മളൊരു സാക്ഷ്യം കേട്ടു. മകളുടെ അകലങ്ങളിലുള്ള മകളുടെ നടുവേദന മാറാൻ വേണ്ടി അമ്മ സ്വന്തം നടുവിലെ തൈലം പൂശി മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവളെ സുഖപ്പെടുത്തി നമ്മൾ വായിച്ചു. കൃപാസനത്തിൽ ഇങ്ങനെ പല സംഭവവും നടക്കും. ഇത് വേറെ ഒരു സ്ഥലമാണ്. അമ്മ മാതാവ് സമയഘടികാരമായി പ്രത്യക്ഷപ്പെട്ടിട്ട് വേഗതയുടെ സുവിശേഷം നൽകിയ വെളിപ്പാടിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കും. വിശ്വാസം ശക്തിപ്പെടാൻ വേണ്ടി അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗം വീട്ടിൽ പോയി 2 പ്രാവശ്യം കേൾക്കണം. കാര്യം കുറേ കാര്യങ്ങൾ കർത്താവ് അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങളും സങ്കടങ്ങളും നിരാശകളും രോഗിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് സ്വന്തം ജോലി നഷ്ടപ്പെട്ട കാലങ്ങളും സ്വന്തം പരീക്ഷ നഷ്ടപ്പെട്ടതും അതിൻ്റെ നിരാശയും അതിന് തർക്കമില്ലാതെ ബഹളമില്ലാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അമ്മയെപ്പോലെ കർത്താവിൻ്റെ ദാസിയായി പറഞ്ഞുകൊണ്ട് ആധ്യാത്മികമായ ആസ്തി വികസിപ്പിക്കുന്നതും അതിൻ്റെ ശക്തിയിൽ നീ നിത്യത കൊയ്യുന്നതും അങ്ങനെ കുറേ ദൈവിക സ്വർഗീയ രഹസ്യങ്ങളാണ് കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിച്ചത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
രോഗദുരിതങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വിഷമതകൾ, മാരക രോഗങ്ങളെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിയുന്നവരെ സ്പർശിക്കണമേ. കുടുംബസമാധാനമില്ലാത്തവരെ സ്പർശിക്കണമേ. ഉദാസ ജീവിതം നഷ്ടപ്പെട്ടവരെ സ്പർശിക്കണമേ. പ്രാർത്ഥന നിലച്ചുപോയ കുടുംബങ്ങളെ സ്പർശിക്കണമേ. സന്താനരഹിതരെ സ്പർശിക്കണമേ. ഭവനരഹിതരെ സ്പർശിക്കണമേ. കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് മദ്യത്തിന് അടിമപ്പെട്ടുപോയ മക്കളെ സ്പർശിക്കണമേ. കരങ്ങൾ വീശി വരിച്ച് ആരാധിക്കട്ടെ. കർത്താവിന്റെ അഭിഷേകം ചൊരിയട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവ് ഉദരരോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി ഉദരരോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കുക. ഉദരരോഗം എന്ന് പറയുമ്പോൾ അരിസസ്, അൾസർ, പിസ്റ്റുല, PCOD, വിഷരോഗങ്ങൾ, ഗർഭാശയസിസ്റ്റ്, മൂത്രാശയത്തിൽ കല്ല്, മൂത്രാശയത്തിൽ വേദന, ഇങ്ങനെ ഗർഭാശയസിസ്റ്റ്, ഇങ്ങനെയുള്ള ഓരോ രോഗികളും ഉദരസംബന്ധമായി വരുന്ന എല്ലാ രോഗികളും ഉദരത്തിൽ കൈവെക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ഈശോയെ, എൻ്റെ കൈകളെ നിന്റെ കൈകളായി രൂപാന്തരപ്പെടുത്തണമേ. ഉദരരോഗികളുടെ കൈകൾ അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നെഞ്ചുവേദനയുള്ളവരെ, ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവെക്കുക. ശ്വാസം മുട്ടലുള്ളവരെ, അവരിവ്, ആസ്മ, ശ്വാസം മുട്ടൽ, കരൾ രോഗങ്ങൾ നെഞ്ചിൻ്റെ പൂട്ടിന് കൈവെക്കണം. നെഞ്ചിൻ്റെ കൂമ്പില്ലേ, കരൾ രോഗികൾ, എക്സ്പാൻഡ് ചെയ്യുന്ന കരളിലെ ഫാറ്റി ലിവർ, ബിൽറൂബിൻ കൂടുതലുള്ളവർ, നിങ്ങൾ ധൈര്യമായിരിക്കുക. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളല്ലേ ദൈവം ചെയ്യണത്. ഹൃദയത്തിന് ദൂരമുള്ളവരെ, ഇനി ആർക്കെങ്കിലും ദൂരമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കൈവെക്കാം. ഇവിടെ അങ്ങനെ കുറേ സാക്ഷ്യങ്ങളിപ്പോൾ വരുന്നുണ്ട്. അത് മാധ്യസ്ഥ ശക്തിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണത്. ഹൃദയത്തിന് വാൽവ് ചുരുക്കമുള്ളവരെ, വാൽവ് നേർത്തുപോയവരൊക്കെ ഇടത് നെഞ്ചിൽ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ കഴുത്തിൽ കൈവെക്കുക. ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ പിൻകഴുത്തിലും കൈവെക്കുക. ENT രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കാം. ചെവി കേൾക്കാനാവാത്തവർ, ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നവർ, കണ്ണിൽ നിന്ന് തീവ്രമുള്ളവർ, പിരികക്കൊടി ഉള്ളിലേക്ക് വളരുന്നവർ, കണ്ണിൽ ലെൻസിന് മങ്ങൽ വന്നിട്ട് പോയിട്ടുള്ളവർ, മുടിക്കൊഴിച്ചിലുള്ളവർ, തലക്ക് ഞരമ്പിന് ബ്ലോക്കുള്ളവർ, അങ്ങനെയുള്ള നെറ്റിയിൽ കൈവെക്കുക. അച്ഛനിപ്പോൾ ഈശോ നാമത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവ് ഇപ്പോൾ നിങ്ങളെ സ്പർശിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ദിവസമാണ്. കൃപാസനത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ സെബസ്ത്യാനോസ്, ഈ നിമിഷം സെബസ്ത്യാനോസ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ വലിയ ശക്തി. ഈശോ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ, ക്രിസ്തുവിന്റെ അടയാളത്തിൽ, യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കരഞ്ഞപേക്ഷിക്കട്ടെ. കർത്താവായ ദൈവമേ, അന്തന് കാഴ്ച കൊടുത്തവനെ, രോഗദുരിതങ്ങൾ സൗഖ്യമാക്കുന്നവരെ, ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന മക്കള്, ഇപ്പോൾ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ അത്ഭുതകരമായി സൗഖ്യപ്പെടുന്ന എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇരുകരത്താൽ താങ്ങി എന്നെ, ഇരുരക്തത്താൽ കഴുകണമേ. ഇരുകരത്താൽ താങ്ങി എന്നെ, ഇരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ യേശു
കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി അടിച്ചുകൊണ്ട് യേശുവിൻ തിരുരക്തം ആമേൻ 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 യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഉണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ടാകാം. സാധ്യതാ രോഗങ്ങൾ അത് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഹോൾ ബോഡി പൊതിഞ്ഞ് കെട്ടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഉള്ളംകാലും ഉച്ചവരെയുള്ള ശരീരത്തിൻ്റെ മുഴുവൻ അറിയാത്ത രോഗങ്ങൾ, ഉള്ളിലുള്ള ശാരീരികമായ രോഗങ്ങൾ, ശരീരം പൊതിഞ്ഞു കെട്ടി ഉള്ളംകാലും ഉച്ചവരെ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ മധ്യശീശയ്ക്ക് സമർപ്പിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ശരീരത്തെയും ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ശരീരത്തെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യത്തിന് ഇപ്പോൾ സമർപ്പിക്കുന്നു. അസ്ഥിരോഗങ്ങള്, പേശി രോഗങ്ങള്, ഞരമ്പ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, അപൂർവ രോഗങ്ങള്, അജ്ഞാത രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, കിഡ്നി രോഗങ്ങള് യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ദൈവമേ, ഈ നിമിഷം വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, ഈ ശുശ്രൂഷ ലൈവ് കണ്ട് പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ, ഇപ്പോൾ കൃപശാസ്ത്രം മരിയൻ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നവര് അത്ഭുതകരമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. മക്കളുടെ ജീവിത ചുറ്റുപാടുകൾ, അതിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രാരാബ്ദങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്ന സമയമാണ്. ലോകം മുഴുവനും ഈ ശുശ്രൂഷ ഇപ്പോൾ ലൈവായി കൂടുന്ന ഓരോ മക്കളും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങളിപ്പോഴിവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് ഈശോയോട് മാധ്യസ്ഥം വഹിക്കുന്നത്. നിങ്ങളും ജാഗ്രതയോടെ ഇനിയുള്ള നിമിഷങ്ങളെ ആശീർവാദത്തിനായി തയ്യാറാകുമ്പോൾ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യോഗ്യതാ പരീക്ഷ എഴുതിയിട്ടുള്ളവരെ, എഴുതാൻ പോണവരെ, അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ എഴുതിക്കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റുകൾ അഭിമുഖീകരിച്ച് കഴിഞ്ഞ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ടെസ്റ്റുകൾ എഴുതാൻ പോകുന്നവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയവർ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, മാർക്ക് ലിസ്റ്റ് പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, മറ്റ് ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകൾ തരണില്ല, കിട്ടണില്ല, കെടുകാര്യസ്ഥത, കുരുക്കിലായി പോയവർ, പലതരത്തിലും നൊമ്പരപ്പെടുന്ന കാരണം ജീവിതം വരിഞ്ഞു പോകുന്ന ആൾക്കാർ, എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് കേസിലകപ്പെട്ടവർ, കുടുംബം പിരിയാൻ പോണവർ, ഡൈവേഴ്സിന് നോട്ടീസ് വന്നവർ, കേസാകാൻ പോണവർ, വിസ്താരം കാത്തിരിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖല, മക്കൾ ഇല്ലാത്തവർ, പ്രൊമോഷൻ ലഭിക്കാത്തവർ, ശമ്പളം കിട്ടാതെ പോയവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലിക്ക് വീണ്ടും ആഗ്രഹിക്കുന്നവർ, മക്കളെ കൊണ്ട് ദുർനടപ്പ് കൊണ്ടും തെറ്റായ ബന്ധങ്ങൾ കൊണ്ട് അകപ്പെട്ടിരിക്കുന്നവർ, കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവർ, സമാധാനം ഇല്ലാത്തവർ, അയൽവാസികളുമായ ഭിന്നത, വഴക്ക്, ജോലി, വീട്, അതുപോലെ ഓഫീസുകളിലെല്ലാം അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നവർ, പല ചതികളിലും പെട്ടവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പണം നഷ്ടപ്പെട്ടവർ, പല വഞ്ചനകളിലും അകപ്പെട്ടിട്ട് പാപ്പരായി പോയവർ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, ഈശോയുടെ മധ്യസ്ഥത്തിലെ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. യേശുവിൻ്റെ നാമത്തിലെ, അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ സകല ദുരിതങ്ങളും യേശു നാമത്തിലെ നിർവീര്യമാകട്ടെ. യേശുവേ ഇടപെടുന്ന
നന്ദി പറയുന്നു. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി